നിമിഷപ്രിയ കേസിൽ സാമുവൽ ജെറോമിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. സാമുവൽ അഭിഭാഷകനല്ലെന്നും മധ്യസ്ഥയുടെ പേരിൽ വ്യാപകമായി പണം പിരിക്കുന്നുവെന്നും സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മോചനത്തിനായി സാമുവൽ തങ്ങളുമായി ഇതുവരെ മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്നും സഹോദരന്റെ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഏതോ ഒരു ഘട്ടത്തിൽ കണ്ടു, കൈകാട്ടി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഈ ജെറോമിനെ സംബന്ധിച്ച് വ്യാപകമായ ആരോപണങ്ങളാണ്, ഗുരുതരമായ ആരോപണങ്ങളാണ് തലാലിൻ്റെ സഹോദരൻ ഉന്നയിക്കുന്നതും. ആ ഫേസ്ബുക്കിൻ്റെ ഇംഗ്ലീഷ് പതിപ്പടക്കം ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ നടത്തിവരുന്ന അഭിഭാഷകൻ എന്ന നിലയിലാണ് സാമുവൽ ജെറോം പലതവണയും രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെയൊക്കെയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് ഇതിന്റെ പേരിൽ നടത്തുന്നു എന്നുള്ള ആരോപണം നിമിഷപ്രിയ കൗൺസിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാദങ്ങളെയൊക്കെ എല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോൾ തലാലിന്റെ സഹോദരൻ തന്നെ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ചൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മോചന ചർച്ചയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ മധ്യസ്ഥ ചർച്ചയും ഇയാളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇയാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഈ വധശിക്ഷ അടക്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ, വിധിച്ചതിന് പിന്നാലെ തന്നെ നേരിട്ട് ഇദ്ദേഹത്തെ കാണുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് കുടുംബത്തെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. $40,000 ഇതിന്റെ പേരിൽ ഇദ്ദേഹം വ്യാപകമായി തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ പണപ്പിരിവ് നടത്തിയിട്ടുള്ളത് എന്നും സാമുവൽ ജെറോമിനെതിരെ ഈ സഹോദരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായി ഈ വിഷയത്തിൽ കാണേണ്ടത്. ഈ മോചന ചർച്ചകളൊക്കെയും നടക്കുമ്പോൾ താൻ അഭിഭാഷകനാണ് എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് ഈ സാമുവൽ ജെറോം പലതവണയും രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം അഭിഭാഷകനല്ല എന്നും ഒരു തവണ പോലും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും നിരന്തരമായി ഇത്തരം മധ്യസ്ഥ ചർച്ചകൾ താൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും അതിനെ പൂർണ്ണമായും ശരിയല്ല എന്നുള്ള വാദം നിമിഷപ്രിയ കൗൺസിൽ അടക്കം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ അതിനെ ശരിവെക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ. ഗുരുതരമായിട്ടുള്ള ആക്ഷേപം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ സഹോദരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. അജിംഷാദ്.